ആലത്തൂരിലെ വികസനം സാക്ഷാത്കരിക്കാൻ രാഷ്ട്രപതി കെ.ആർ. നാരായണന്റെ സ്വപ്നങ്ങളിൽ നിന്ന് തുടക്കം കുറിക്കുമെന്ന് ആലത്തൂർ ലോക്സഭാ മണ്ഡലം യു.ഡി.എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. മുൻ ജലസേചന മന്ത്രി ടി.എം. ജേക്കബ് വിഭാവനം ചെയ്ത് നടത്താതെ പോയ കുരിയാർകുറ്റി കരിപ്പാറ പദ്ധതി സാക്ഷാത്കരിക്കാനുള്ള ഇടപെടലുകൾ നടത്തുമെന്ന് എൻ.ഡി.എ സ്ഥാനാർത്ഥി ടി.വി. ബാബു. സംഘടിപ്പിച്ച സ്ഥാനാർത്ഥി സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു ആലത്തൂർ മണ്ഡലം യു.ഡി.എഫ് എൻ.ഡി.എ സ്ഥാനാർത്ഥികൾ. പറമ്പിക്കുളം ആളിയാർ പദ്ധതിയുടെ ജലം പ്രയോജനപ്പെടുത്തുന്നത് തമിഴ്നാടാണെന്നും 30 വർഷം എത്തുമ്പോൾ കരാർ പുതുക്കണമെന്ന വ്യവസ്ഥ 60 വർഷം കഴിഞ്ഞിട്ടും കേരളം നടപ്പാക്കിയിട്ടില്ലെന്നും ടി.വി. ബാബു പറഞ്ഞു. ദീർഘദൂര ട്രെയിനുകൾക്ക് ആവശ്യത്തിന് സ്റ്റോപ്പുകൾ അനുവദിച്ച് ആലത്തൂരിലെ യാത്രാ ദുരിതത്തിന് പരിഹാരമുണ്ടാക്കും. തൊഴിലുറപ്പ് പദ്ധതിയുടെ സാധ്യതകൾ ഉപയോഗിച്ച് വിഷരഹിത പച്ചക്കറി കൃഷിയുടെ അഭിവൃദ്ധിക്കായി നേതൃത്വപരമായ പങ്ക് വഹിക്കും. ദേശീയപാതയുടെ നിർമ്മാണ പൂർത്തീകരണത്തിന് ആവശ്യമായ ഇടപെടലുകൾക്കായി സജീവമായി രംഗത്തുണ്ടാകും. ഇക്കാര്യത്തിൽ മുൻ എം.പി. പി.കെ. ബിജു ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്ന് ടി.വി. ബാബു കുറ്റപ്പെടുത്തി. ആളിയാർ പറമ്പിക്കുളം പ്രോജക്റ്റ് പൂർണ്ണമായും കേരളത്തിൻ്റെതാണ്. പക്ഷേ തമിഴ്നാട്ടിലെ കൃഷിക്കാർക്ക് ആവശ്യത്തിന് ജലസേചനം കിട്ടും. മലയാളിക്ക് ലെഫ്റ്റ് ബാങ്കും പ്രശ്നമാണ്, റൈറ്റ് ബാങ്കും പ്രശ്നമാണ്. 30 വർഷത്തിലൊരിക്കൽ പുനഃപരിശോധിക്കാൻ വ്യവസ്ഥ ചെയ്തിട്ടുള്ള അഗ്രിമെൻറ്റാണ്. ആ അഗ്രിമെൻറ്റ് 60 വർഷമായിട്ട് യു.ഡി.എഫ് എൽ.ഡി.എഫോ തുറന്നു നോക്കിയിട്ടില്ല. ഈ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടല്ലോ, ഈ എംപ്ലോയ്മെൻറ്റ് അഷുറൻസ് ആക്റ്റാണ് ഇപ്പോൾ. ആ ആക്റ്റ് ആകുമ്പോൾ അവർക്ക് തൊഴിൽ കൊടുത്തേ പറ്റൂ. ആ തൊഴിൽ കൊടുക്കുന്ന മിക്കവാറും റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്ന കാട് വെട്ടാനും പിന്നെ തോട് വെടുപ്പാക്കാനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അതിനെ നമുക്ക് ഇത്തരം ഭൂമി ലീസിന് കൊടുത്തിട്ട് കുടുംബശ്രീ ആൾക്കൂട്ടങ്ങൾ മതി, അവർക്ക് ലീസിന് കൊടുത്ത് വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യത വളരെ ഉണ്ട്. ആലത്തൂരിൽ കാറ്റാടി യന്ത്രങ്ങളുടെ സാധ്യത ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമെന്നും ബാബു പറഞ്ഞു. ഇന്ദിര ആവാസ് യോജന ഭവന പദ്ധതി തിരിച്ചുകൊണ്ടുവന്ന് ഭവനരഹിതർക്ക് വീടുണ്ടാക്കാനുള്ള ആസൂത്രണങ്ങൾ നടത്തുമെന്ന് യു.ഡി.എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പറഞ്ഞു. സ്ത്രീകൾക്ക് സ്ഥിരവരുമാനം ഉറപ്പാക്കുന്ന രീതിയിൽ കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ സംഭരണ വിതരണ കേന്ദ്രം യാഥാർത്ഥ്യമാക്കും. പാവപ്പെട്ടവരുടെ വിദ്യാഭ്യാസ ഉന്നമനം ലക്ഷ്യമാക്കി പദ്ധതികൾ ആസൂത്രണം ചെയ്യും. SC/ST വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമാക്കി സർക്കാർ ജോലി ഉറപ്പാക്കുന്നതിനും ഉയർന്ന തലത്തിലുള്ള ഇന്റർവ്യൂകൾ അഭിമുഖീകരിക്കുവാൻ പ്രാപ്തരാക്കുന്നതിനും വേണ്ടിയുള്ള സംവിധാനമായി വൈബ്രന്റ് ആലത്തൂർ എന്ന പേരിൽ പുതിയ പ്രോജക്റ്റ് ആവിഷ്കരിക്കും. LDF കൺവീനറുടെ മോശമായ പരാമർശത്തിനെതിരെ DYSPക്ക് പരാതി നൽകിയതിനെ തുടർന്ന് മൊഴിയെടുക്കൽ കഴിഞ്ഞു. തുടർ നടപടികൾ പ്രതീക്ഷിക്കുകയാണ്. എന്നാൽ ഇക്കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുന്ന കാര്യം ആലോചിച്ചിട്ടില്ല. LDF കൺവീനറുടെ വിവാദ പരാമർശം ബോധപൂർവമാണെന്ന് തന്നെയാണ് കരുതുന്നത്. അതിൽ തനിക്ക് മാനസിക പ്രയാസമുണ്ട്. 33% സ്ത്രീ സംവരണം എന്ന ലക്ഷ്യത്തിലേക്ക് രാഹുലിന്റെ നേതൃത്വത്തിൽ UDF മുന്നേറുമെന്ന് തന്നെയാണ് തന്റെ ഉറച്ച വിശ്വാസമെന്നും രമ്യ പറഞ്ഞു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് രാഹുൽ ഗാന്ധി കടന്നു വരുമ്പോൾ ഭവന പദ്ധതി വീണ്ടും ഇന്ദിര ആവാസ് യോജന തിരിച്ച് കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കും. 2 പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അണുപ്പൂർ പാലം അത് പുനഃസ്ഥാപിക്കലാണ് അവിടെ ആദ്യമായിട്ട് കൊടുക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. സ്ത്രീകൾക്ക് ഒരുപാട് പേർക്ക് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹമുണ്ട്. പലപ്പോഴും അത്തരം രീതിയിലുള്ള സ്ത്രീകളെ പിന്നോട്ട് വലിക്കുന്നത് പലപ്പോഴും ആ രീതിയിലുള്ള കാരണങ്ങളൊക്കെ ആയിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം അതിന് കുറച്ചുകൂടി പാർട്ടി കുറച്ചുകൂടി മുന്നോട്ട് എല്ലാ രാഷ്ട്രീയക്കാരും സ്ത്രീകളെ കുറച്ചുകൂടി മുൻഗണന കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. രമ്യ ഹരിദാസിനെതിരായ പരാമർശത്തിൽ LDF കൺവീനർ മാപ്പ് പറയണമെന്ന് ടി.വി. ബാബുവും ആവശ്യപ്പെട്ടു. TCV തൃശൂർ.